എത്ര മാതാപിതാക്കൾ പറയാറുണ്ട്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മുറി നിനക്കുണ്ടാകും, നീ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എന്ന്. പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ആങ്ങളമാർ, മറ്റുള്ളവർ കൂടെ ഉണ്ടാവണ്ടേ? നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ഒരു വിവാഹം ആലോചന വന്നപ്പോൾ മകൻ്റെ വിവാഹം ആ പെൺകുട്ടിയുമായി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിണറ്റിൽ ചാടി മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്ക് പെൺകുട്ടിയെ പറഞ്ഞുവിടുന്നത് നമുക്കെന്താ മനസ്സിലാകുന്നത്? നോക്കൂ, ഇനി അങ്ങയോടുള്ള പൂർണ്ണമായ ബഹുമാനവും അങ്ങയുടെ വേദനയിൽ പൂർണ്ണമായി പങ്കെടുത്തും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവിടെ നമുക്കെന്താ സംഭവിക്കുന്നത്? പക്ഷേ നമ്മൾ ചില ആൾക്കാർ നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മളൊക്കെ അങ്ങ് ചിലപ്പോൾ വീണ് പോവും. അതിനുശേഷം നിരന്തരമായ ശാരീരിക ഉപദ്രവം. അതിൻ്റെ നമുക്കിപ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ തെളിവായി വരും. പണ്ടിതൊന്നും ചർച്ചയോ തെളിവുണ്ടോ എന്ന് ആദ്യം ചോദിക്കും. ഇപ്പം അങ്ങനെയല്ല. എന്തു കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്നത് ആരെയാണ്, എന്തു തരം സ്വഭാവമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പം സ്വാഭാവികമായിട്ടും നേരത്തെ നമുക്ക് മറ്റ് റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു മാധ്യമത്തിൽ സംസാരിച്ചത് ഞാൻ കണ്ടത് അദ്ദേഹത്തിന് അല്ലാതെ കുഴപ്പമൊന്നുമില്ലെന്ന്, മദ്യപിക്കുമ്പോഴാണ് ഈ കുഴപ്പമുണ്ടെന്ന്. നോക്കാം, മദ്യപിക്കുമ്പോൾ കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കുറഞ്ഞ പക്ഷം മദ്യപിക്കാതിരിക്കുക, അല്ലെങ്കിൽ മദ്യപാനാസക്തി ചികിത്സ എടുക്കുക. പക്ഷേ അത്തരത്തിലുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ എന്നല്ല കേട്ടോ, ഒരു വ്യക്തിയെപ്പോലും പറഞ്ഞു വിടരുത് എന്നുള്ളതാണ്. നോക്കൂ, ഈ ആളുടെ കൂടെ ജീവിക്കുന്ന അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മയുമായും കുടുംബമായിട്ടും അദ്ദേഹത്തിന് ബന്ധമില്ലെന്നാണ്. നോക്കൂ, അങ്ങനെയൊക്കെ ഒരു അങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ? അവിടെ നമ്മളൊരു എന്താ സംഭവിച്ചതെന്ന് അറിയേണ്ടതില്ലേ? ഇനി ഇത്തരത്തിലുള്ള കൊടിയ ശാരീരിക പീഡനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് മാത്രമല്ല, മാനസികമായി പുറത്തു പറയാനാവാതെയുള്ള എത്രയോ പീഡനം സഹിക്കുന്ന എത്രയോ പെൺകുട്ടികൾ നമ്മളുടെ ഇടയിലുണ്ട്. അത്തരത്തിലൊരു കാര്യം വന്നാൽ തിരിച്ച് തങ്ങളുടെ വീട്ടിലേക്ക് നമ്മൾ സാധാരണ പറയാനുണ്ട്, പെൺകുട്ടിയെ വാക്കിൻ്റെ തന്നെ ഒരു പ്രശ്നമാണ്. നമ്മൾ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്നു എന്നാണ് പറയുന്നത്. ആൺകുട്ടിയുടെ കാര്യത്തിൽ എന്തോ അങ്ങനെ നമ്മൾ പറയാറില്ല. ആൺകുട്ടി കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു, പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോൾ എത്ര മാതാപിതാക്കൾ പറയാറുണ്ട്, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വീട്ടിലെ ഒരു മുറി നിനക്കുണ്ടാകും, നീ ഇങ്ങോട്ട് വരേണ്ടതുണ്ട് എന്ന്. പെൺകുട്ടിയുടെ അച്ഛൻ, അമ്മ, ആങ്ങളമാർ, മറ്റുള്ളവർ കൂടെ ഉണ്ടാവണ്ടേ? ഇനി പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കണം. അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വാർണിംഗ് സൈൻസ്, ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ റെഡ് ഫ്ലാഗ് സൈൻസ് എന്നൊക്കെ പറയും. ശാരീരികമോ മാനസികമായോ ഉപദ്രവങ്ങളുണ്ടെങ്കിൽ അവർ തിരിച്ച് വീട്ടിൽ വരേണ്ടതല്ലേ? പിന്നെ ഈ കേസിൽ സംഭവിച്ച എനിക്ക് തോന്നുന്നു കോടതിയിലൊരു കേസിലേക്ക് പോയിട്ടുണ്ട്. കോടതിയുടെ എന്തിടപെടലാണ് ഉണ്ടായതെന്നും എനിക്ക് തോന്നുന്നതിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായെന്നാണ് പറയുന്നത്. ഇനി എല്ലാത്തിനും അപ്പുറം നേരത്തെ വിസ്മയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ സ്കൂളുകളിലും മറ്റും ഇതിനെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. റെഡ് ഫ്ലാഗ് സൈൻസ് അറിയേണ്ടതുണ്ട്. എങ്ങനെ ഒരു ഇത് വിവാഹബന്ധത്തിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇതിനേക്കാൾ കൊടിയ പീഡനങ്ങൾ സാധാരണ ബന്ധങ്ങളിലുണ്ട്. അവിടെയൊക്കെ നമ്മളത് കളഞ്ഞിട്ട് പോവാതെ സഹിക്കുന്നവരുണ്ട്. അത് ആൾക്കാരുടെ വ്യക്തിത്വത്തെയും മറ്റുമൊക്കെ ആശ്രയിച്ചിരിക്കും. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരേണ്ടതല്ലേ? ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറം ഈ വിവാഹം കഴിക്കാൻ നമ്മൾ ആരെങ്കിലും ഇപ്പോൾ വാഹനം ഓടിക്കണമെങ്കിൽ നമുക്കൊരു പരീക്ഷ പാസ്സാവേണ്ടതുണ്ടല്ലോ. ഈ വിവാഹബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ ഇനിയുള്ള കാലത്തൊരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ലോകത്ത് ഒരുവിധം എല്ലാ രാജ്യങ്ങളിലും അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വനിതാ കമ്മീഷൻ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ഒരു വിവാഹപൂർവ്വ കൗൺസിലിംഗ് എന്ന് പറയുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിതമാക്കാത്തത്? നമുക്ക് സാധിക്കില്ലേ അത്? ഇനി പല സ്ഥാപനങ്ങളും, അതെന്ത് സ്ഥാപനമാണെന്ന് ഞാൻ പറഞ്ഞു, ആ ഒരു വിവാഹത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പല സംവിധാനങ്ങളും അവരുടെ സമുദായത്തിലുള്ളവർക്ക് കാര്യം വ്യക്തമായിട്ടുണ്ടല്ലോ, അവരുടെ സമുദായത്തിലുള്ളവർക്ക് ഇത് നടത്തുന്നുണ്ട്. ഇതിൻ്റെ പലതുമായി ബന്ധപ്പെട്ട സിലബസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ സമുദായ അടിസ്ഥാനത്തിലുള്ള മതാടിസ്ഥാനത്തിലുള്ള ഉദ്ബോധനങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായ ഒരു വിവാഹത്തെ എങ്ങനെ കാണണമെന്നോ എന്താ പ്രശ്നങ്ങളെന്നോ പറയുന്നില്ല. മാത്രമല്ല പലപ്പോഴും പാപബോധം അതിലേക്ക് ചേർക്കുകയും, വിവാഹത്തിൽ ഒരു നിയമവശമില്ലേ, ശാരീരിക ബന്ധത്തിൻ്റെ ഒരു വശമില്ലേ, സാമൂഹികമായ ഒരു വശമില്ലേ, സാമ്പത്തികത്തിൻ്റെ ഒരു വശമില്ലേ? ഇത്തരം പ്രശ്നങ്ങൾ ഒരു വ്യക്തിക്കൊരു സ്വഭാവ പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാമെന്നും എങ്ങനെ നമുക്കറിയാമെന്നും എങ്ങനെ പരിഹരിക്കാമെന്നും നാം അറിയേണ്ടതില്ലേ? അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് അറിയേണ്ടതില്ലേ? ഇപ്പോൾ നമ്മൾ 2-3 കേസുകളിൽ കണ്ടു കഴിഞ്ഞു. വിദേശത്തുള്ള പെൺകുട്ടികൾക്ക് ഇത് സംഭവിക്കുന്നുണ്ട്. അവർക്കവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുൾപ്പെടെയുള്ള മാറിയ കാലത്ത് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ പുറത്ത് രാജ്യങ്ങളിലേക്കാണ് വിവാഹം കഴിച്ചു പോകുന്നതെങ്കിൽ അതിലൊക്കെ ഇടപെടുക എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണം. ഇതിൽ ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്നതങ്ങ് പോകട്ടെ. അവിടെയൊക്കെ നമ്മളിങ്ങനെ പകച്ചു നിന്ന് കഴിഞ്ഞാൽ, മാറി നിന്ന് കഴിഞ്ഞാൽ, ഇനിയും എനിക്ക് തോന്നുന്നു വിസ്മയുടെ ചർച്ചയ്ക്ക് നമ്മൾ ഒരുമിച്ച് ഇരുന്നതാണ്, ഇനിയും ഇത്തരം എത്ര ചർച്ചകൾ നടത്തേണ്ടി വരുമെന്നും എങ്ങനെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കേണ്ടതെന്നും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്.